ഇന്നത്തെ റെസിപ്പി നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. മസാല എണ്ണയിൽ ഇങ്ങനെ പിരിഞ്ഞു കിടക്കാതെയും ഒട്ടിപ്പിടിക്കാതെ എണ്ണ കുടിക്കാതെയൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തു നോക്കൂ. ഇതുപോലെ തന്നെ കിട്ടാൻ വേണ്ടി കുറേ ടിപ്സുകൾ ഞാനിതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടിട്ട് ഇനി കോളിഫ്ലവർ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ഇനി വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 കിലോ കോളിഫ്ലവർ അടർത്തി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചെറിയൊരു തവി വിനിഗർ ഒഴിക്കുക. കുറച്ച് ഉപ്പൂടെ ചേർക്കുക. ഇനി കുറേയേറെയായിട്ട് പച്ചവെള്ളം ഒഴിക്കുക. കോളിഫ്ലവറിന് നല്ലവണ്ണം മുകളിൽ നിൽക്കുന്ന രീതിയിൽ പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് നേരം വെക്കുകയാണെങ്കിൽ അതിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ അത് പൊങ്ങി വരുവേ. ശേഷം അത് നല്ലവണ്ണം ഒലച്ച് എടുക്കുക. ഇത് ഞാനിത് ക്ലീനാക്കി എടുക്കുന്നത് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം. ഒത്തിരി കനത്തിലല്ലാതെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. പെട്ടെന്ന് കുറച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് തിളയ്ക്കാറായിട്ടുള്ള നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കോളിഫ്ലവറിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നേരത്തേന് വെക്കുക. കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് ഈ ചൂടുവെള്ളത്തിൽ കിടന്നൊന്ന് വാടും, അത്രയും മതി. ഇതിന് വേണ്ട മസാല അരച്ചെടുക്കണം. 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 വലിയ ഏലക്ക, 2 കഷ്ണം പട്ടയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ ചെറിയ കനം കുറഞ്ഞ പട്ടയായ കാരണം കുറച്ചേറെ പീസായിട്ട് എടുത്തു. ഇനി ഒരു 12-14 വെളുത്തുള്ളി എടുക്കുക. അല്പം മീഡിയം സൈസായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുകൂടി മിക്സിയിലെ ജാറിൽ ചേർക്കുക. ഇഞ്ചി പീസാക്കി ഇടുക. ഇനി ഇതിൻ്റെ കൂടെ 3 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം ചേർക്കുക. 1 ടീസ്പൂൺ വറുത്ത ജീരകത്തിൻ്റെ പൊടിയുണ്ടല്ലോ, രസത്തിനൊക്കെ ചേർക്കില്ലേ, അത് ചേർക്കുക. വെള്ളം ചേർക്കാതെ തന്നെ ആദ്യമേ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി ഇതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ചുകൂടെ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ 1/4 കപ്പിൻ്റെ തന്നെ ഒരു 1/2 ഭാഗം വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. ഇനി വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഇത് മിക്സ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് വലിയ പാത്രം എടുക്കുക. മസാല കോളിഫ്ലവറിനോട് ചേർന്നിരിക്കണം. അതുകൊണ്ട് നല്ലവണ്ണം ഈ മസാല അരച്ചിരിക്കണം. ഇനി ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ചേർക്കാം. ഇനി മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കുക. നല്ലൊരു കളറും കിട്ടും. മിതമായിട്ടുള്ള എരിവായിരിക്കും. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ എരിവ് മതി. 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ നാരങ്ങയാണ്, കുരുവൊന്നും ഇല്ലാതെ തന്നെ പിഴിഞ്ഞൊഴിക്കുക. ഇത് 1/4 കപ്പാണ്. 1/4 കപ്പിൻ്റെ ഒരു 1/2 ഭാഗം തൈര് ചേർക്കുക. അത് 2 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് മസാല നല്ലോണം പിടിച്ചിരിക്കുകയും ചെയ്യും, നല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും. കുറച്ചുകൂടി ക്രിസ്പിയായിട്ട് കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുക. അരിപ്പൊടി ചേർക്കുമ്പോൾ നൈസായിട്ടുള്ള അരിപ്പൊടി വേണം ചേർക്കാനായിട്ട്. ഇനി 1 മുട്ടയുടെ വെള്ള ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കോളിഫ്ലവറിലോട്ട് നേരിട്ട് ഈ പൊടികളെല്ലാം ഓരോന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കരുത്, ശരിയാവത്തില്ല. കോളിഫ്ലവറിൻ്റെ രൂപം നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഇവിടെയായിട്ടൊക്കെ അതിൻ്റെ പൊടികളൊക്കെ കയറിയിരിക്കും, ശരിയാവില്ല. ഇതുപോലെ പാത്രത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അതുതന്നെയുമല്ല, ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഇതിനകത്തെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കും. ഈ ഒരു പരുവത്തിൽ ഈ മസാല കിട്ടിയിരിക്കണം. അഥവാ നിങ്ങൾ കുഴയ്ക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വന്നില്ല, കുറച്ച് കട്ടിയാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ചേർത്ത് ഈ ഒരു പരുവത്തിൽ ആക്കി വെക്കണം. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂണിനടുത്തായിട്ട് പഞ്ചസാര ചേർക്കുക. എൻ്റെ കയ്യിൽ അല്പം പഞ്ചസാര പൊടിയാണ് ഇരുന്നത്, അത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ പുളിപ്പെല്ലാം ഒന്ന് ബാലൻസ് ആവും. നിങ്ങൾ മുട്ടയുടെ വെള്ളം ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് വെള്ളം ചേർത്താൽ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കണേ. ഇനി ആ ചൂടുവെള്ളത്തിൽ വെച്ചിരുന്ന കോളിഫ്ലവർ വെള്ളമൊക്കെ മാറ്റിയിട്ട് അതോട് ചേർക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ച് ചേർക്കുന്ന കാരണം ചിലർക്ക് കയ്യിൽ പുകച്ചിലുണ്ടാകും. പിന്നെ ഗരം മസാലയുടെ റെഡിമെയ്ഡ് പൗഡർ ഇവിടെ ചേർക്കരുത്. ഈ ഒരു ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ഇതുപോലെ അരച്ച് ചേർക്കുന്നത് തന്നെയാണ്.
കോട്ടിംഗ് ഒക്കെ ഒരുപാട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിലല്ല, മിതമായിട്ടുള്ള രീതിയിൽ മാത്രമേ കോട്ടിംഗ് ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഈ ഒരു മസാല കോട്ടിംഗ് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് ഇളക്കുക. ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തിനെങ്കിലും മൂടി വയ്ക്കുക. ഇനി എണ്ണയിൽ വറുത്തെടുക്കുന്ന സമയത്തെ കുറേ ടിപ്സോടെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. കോട്ടിംഗ് ഒരുപാട് അങ്ങ് പൊതിഞ്ഞിരിക്കുന്ന രീതിയിലല്ല, ഈ ഒരളവിലാണ്. ഓരോ തവണയിൽ എണ്ണയിൽ പെറുക്കിയിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നല്ലവണ്ണം ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ട് വേണം ഇതുപോലെ പെറുക്കിയിടാനായിട്ട്. എപ്പോഴും ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുക. ചീനച്ചട്ടി നല്ലവണ്ണം ചൂടാവണം. നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രം എണ്ണ ഒഴിക്കുക. അതേപോലെ തന്നെ എണ്ണയും നല്ലവണ്ണം ചൂടായതിന് ശേഷം പെറുക്കിയിടുക. പെറുക്കിയിട്ട ഉടനെ തന്നെ ഇളക്കരുത്, തീയും കുറയ്ക്കരുത്. ഒരു 10-15 സെക്കൻഡ് നേരത്തിനൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തീ അല്പമേ കുറയ്ക്കാവൂ. തീരെ കുറച്ചിട്ടുകൊണ്ട് വറുത്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. അതുപോലെ തീ കൂട്ടിയും കുറച്ചുമായിട്ട് മാറ്റിയിടരുത്. ഒരേ തീയിലിട്ട് വറുത്തെടുക്കുക. എണ്ണയിലിട്ട് ഒരു 15 സെക്കൻഡൊക്കെ ആയതിനു ശേഷം കുറേശ്ശായിട്ട് ഇളക്കി തിരിച്ചും മറിച്ചും ആയിട്ടിട്ട് കൊടുക്കുക. ഞാനിത് കനം കുറഞ്ഞ അളവിലാണ് അരിഞ്ഞെടുത്തത്. അതുകൊണ്ട് കുറച്ചെണ്ണ മതിയാകും. പെട്ടെന്ന് വറുത്ത് കിട്ടുകയും ചെയ്യും. മസാല ഒരുപാടൊന്നും കരിഞ്ഞു പോകാതെ തന്നെ പാകത്തിന് വറുത്ത് കിട്ടുകയും ചെയ്യും. ഉള്ളൊക്കെ നല്ലവണ്ണം വേകുകയും ചെയ്യും. ആദ്യമേ ഇത് ഇളക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഒട്ടിപ്പിടിച്ചായിട്ട് ശകലം ഒന്ന് തോന്നിയാൽ പോലും അത് മുരിഞ്ഞ് വരുമ്പോഴത്തേന് തന്നെ അങ്ങ് സെപ്പറേറ്റ് ആയിക്കോളും. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർക്കുക. ഇപ്പോൾ അരിപ്പൊടി എടുക്കാനില്ലെന്നുണ്ടെങ്കിൽ ആ അരിപ്പൊടിയുടെ സ്ഥാനത്ത് കോൺഫ്ലോർ മാത്രമായിട്ട് ചേർത്താലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഒരു 4 ബാച്ചായിട്ട് വറുത്തെടുത്തു. നിങ്ങൾക്കിത് കാണുമ്പോഴേ അറിയാലോ, എണ്ണയിൽ ഒട്ടും തരികളോ പൊടികളോ ഒന്നും തന്നെ ഇല്ല. എണ്ണയൊട്ട് കുടിച്ചിട്ടും ഇല്ല. ആ മസാല കുഴച്ചെടുത്തതിൻ്റെ ആ വെള്ളത്തിൻ്റെ പരുവം കറക്റ്റായിരിക്കണം. കോരി ഒന്ന് ചരിച്ച് തവിയൊന്ന് പിടിക്കുമ്പോഴത്തേന് ഒഴുകി വീഴുന്ന ഒരു പരുവത്തിൽ മസാല കറക്റ്റാക്കി വെള്ളം ഒഴിച്ചെടുക്കണേ. അതുപോലെ കോളിഫ്ലവർ അരിഞ്ഞെടുക്കുമ്പോൾ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. കുറച്ചെണ്ണയിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷവും എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷവും പെറുക്കിയിടുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ കിട്ടും. നല്ല മണവും രുചിയുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണിത്. ഇനി കോളിഫ്ലവർ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.